ഇത് ഞങ്ങളുടെ മാളു. അവൾ എന്താ ചെയ്യുന്നതെന്ന് ഈ ഓണക്കാലത്ത് നിങ്ങൾക്ക് ആലോചിച്ചാൽ മനസ്സിലാവുന്നതല്ലേ ഉള്ളൂ. നമ്മുടെ ഓണത്തപ്പനെ ഉണ്ടാക്കുകയാണ്. ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ വരും തലമുറയെ കൂടി പഴമയുടെ എല്ലാ മൂല്യങ്ങളും നമ്മൾ അറിയിച്ച് വളർത്തണം എന്നുള്ളത്. അത് ദേ ഇങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. മാളുവിൻ്റെ ചേച്ചി തുമ്പിയും കൂടി തൃക്കാക്കരയപ്പൻ ഉണ്ടാക്കുകയാണ്. തൃക്കാക്കരയപ്പൻ എന്നാണ് ഞങ്ങളുടെ നാട്ടിൽ പറയാറ്. അതിനൊരു കാരണമുണ്ട്. എറണാകുളത്ത് തൃക്കാക്കര എന്നൊരു സ്ഥലമുണ്ട്. അവിടെ ഒരു ക്ഷേത്രമുണ്ട്, വാമനമൂർത്തി ക്ഷേത്രം. ഈ ഓണക്കാലത്ത് അവിടെ ഉത്സവമാണ്. ഓരോ ദിവസവും വിഷ്ണു ഭഗവാന്റെ ഓരോ രൂപങ്ങളാണ് അവിടെ ചന്ദനം കൊണ്ട് ചാർത്തി കൊടുക്കുന്നത്. ഈ വാമനമൂർത്തിയാണ് തൃക്കാക്കരയപ്പൻ എന്നറിയപ്പെടുന്നത്. തൃക്കാക്കരയപ്പൻ്റെ രൂപം ഇതുപോലെ മണ്ണിലോ മരത്തിലോ ഉണ്ടാക്കി അണിയിച്ച് നമ്മൾ പൂക്കളത്തിൻ്റെ കൂടെ വെക്കും. ഇങ്ങനെയാണ് ഞങ്ങളുടെ ഈ നാട്ടിലൊക്കെയുള്ള ആചാരം. നിങ്ങളുടെയൊക്കെ നാട്ടിൽ എങ്ങനെയാണെന്ന് കൂടി പറയണേ. ഈ ഓണക്കാലത്ത് മാളും തുമ്പിയും ഒട്ടും മടി കൂടാതെ തൃക്കാക്കരയപ്പനെ ഒരുക്കി കഴിഞ്ഞു. നിങ്ങളുടെ ഓണ ഒരുക്കങ്ങൾ എവിടം വരെയായി?